ഹായ് വണക്കം മക്കളെ വണക്കം. നമ്മുടെ മലയാള സിനിമ ഇപ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് വേറൊരു റേഞ്ചിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന രീതിയിലേക്ക്. പണ്ടൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഹോളിവുഡ് സിനിമകൾ കാണുമ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും ആഗ്രഹിക്കും, ഇതൊക്കെ എന്നാണ് നമ്മുടെ മലയാള സിനിമയിൽ സംഭവിക്കുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ അത് നമ്മുടെ മലയാള സിനിമയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മലയാള സിനിമയിലേക്ക് വരാൻ പോകുന്ന സിനിമകൾ, എസ്പെഷ്യലി ഈ ഒരു വെറൈറ്റി കാറ്റഗറീസ് പിടിച്ച് വരുന്ന മലയാള സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 മൾട്ടിവേഴ്സ് മന്മഥൻ, 2 വല, 3 മഞ്ചേശ്വരം മാഫിയ, ലോക, ഡൈസ് ഇറേ, ജാമ്പി. ഇത്രയും സിനിമകൾ ഒരു ന്യൂ ജോണർ പിടിച്ചിട്ട് മലയാള സിനിമയിലെ വേറൊരു തരത്തിലേക്ക് പിടിക്കാനുള്ള ഐറ്റങ്ങളാണ്. പണ്ടൊക്കെ ഞാനിങ്ങനെ കൊതിക്കുമായിരുന്നു, മലയാള സിനിമയിൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വരുമോ. പക്ഷേ ഇന്നത് സാധ്യമെന്ന് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പിയാണ്. ആസ് എ പ്രേക്ഷകൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനിയും ഇതുപോലത്തുള്ള പരീക്ഷണ ചിത്രങ്ങൾ, ഇതേപോലുള്ള ആനിമികൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ പുതിയ ഒരു ക്യാരക്ടറിനെ റിവീൽ ചെയ്തു. ക്യാപ്റ്റൻ രാജ് എന്ന് പറഞ്ഞിട്ട് ഒരു അനിമി മൂവി മലയാളത്തിലും അത് ട്രൈ ചെയ്യുകയാണ്. സോ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടാവണം. എന്നും നമുക്കിങ്ങനെ ഫാമിലിയും അല്ലെങ്കിൽ അടിയിടിയും മാത്രം പോരല്ലോ, വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാവണ്ടേ. അപ്പോഴല്ലേ നമ്മളെ സിനിമയും ഒരു വേൾഡ് ലെവലിലേക്ക് നമുക്കും കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റും. ബട്ട് എന്നിരുന്നാൽ പോലും നമ്മളതിലും ഉണ്ട് ഇതുപോലത്തെ ഐറ്റങ്ങളെന്ന് പറയാനുള്ളത് നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുവെക്കാൻ പറ്റും. ഏതാണെങ്കിലും ഇന്ന് DQവിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ലോകയുടെ ഒരു ടീസർ അവർ റിലീസ് ചെയ്തിരിക്കുകയാണ്. നസ്ലനും കല്യാണിയുമാണ് സിനിമയിലെ പ്രധാന ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അൺഒഫീഷ്യലി ഇതിനകത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു 2 സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 ക്യാമിയോസ് ഇതിനകത്ത് വരുന്നുണ്ട് എന്ന് ഭയങ്കരമായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ലോകയുടെ ടീസർ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. 1 മിനിറ്റ് 30 സെക്കൻഡേ ഉള്ളൂ. ദുൽഖർ സൽമാൻ പ്രസൻസ്. ഓ നസ്ലൻ. ബാക്ക്ഗ്രൗണ്ടൊക്കെ മറ്റേ ഈജിപ്ഷ്യൻ സംഭവങ്ങളുടെയൊക്കെ പോലത്തെ കുറേ പരിപാടികൾ. പെയിൻറ്റിങ് ഒക്കെ ഉണ്ടല്ലോ, ചുവർ ചിത്രങ്ങൾ. കല്യാണിയല്ലേ? യെസ്. ചോക്ലേറ്റ് കാഫി. എന്താ ഇതെന്ത് ബാറ്റ്മാനോ? സൂപ്പർ ഹീറോ ആണോ? പൊളി. അതാരുടെ ഈ ആ വെള്ളത്തിൽ റിഫ്ലക്ഷൻ കാണിച്ചത്? DQ വല്ലതും ആണോ? എൻ്റെ അമ്മ, ഇതൊക്കെ ഏത് യൂണിവേഴ്സ്? ഡൊമിനിക് ആൻഡ്രി. എൻ്റെ മോനെ ഒന്നും പറയില്ല. വിഷ്വൽ സ്പെക്ടക്കിൾ ഐറ്റം പൊള്ളി. ഇപ്പോൾ ഒരു വണ്ടർ വുമൺ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ കാണുന്നതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ആ ക്വാളിറ്റിയിൽ പണി വെച്ചിട്ടുണ്ട് സാധനം. ഒന്ന് സീരിയസ്ലി നമ്മളെ മലയാള സിനിമയിൽ ഇത്രയും കിടിലുമായിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ മേക്ക് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കുന്നത് വേറെ ലെവലാണ് കേട്ടോ. ഭയങ്കര ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ക്വാളിറ്റി. CG മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് തന്നെ കണ്ടിട്ട് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. തിയേറ്ററിൽ ഒരു ഫുൾ മൂവിയായിട്ട് നമ്മളിത് കാണുമ്പോഴത്തേക്ക് ഇതിനേക്കാൾ നല്ല രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഗംഭീരമായിരിക്കും. ബിക്കോസ് ഇതൊരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് തന്നെ ഒരു റീച്ച് ഉണ്ടാക്കി തരാൻ പറ്റുന്ന അഡാറായിട്ടുമായിരിക്കും. സോ ഒന്നും പറയാനില്ല. ഇതിനകത്തിപ്പോൾ കല്യാണമാണെങ്കിലും നസ്ലിനാണെങ്കിലും അവരുടെ ചെറിയ ചെറിയ ഷോർട്സ് മാത്രമേ നമുക്ക് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. ബട്ട് ആ അത്രയും പോർഷൻസിനകത്ത് വരുന്നൊരു വിഷ്വൽ ക്വാളിറ്റി ഉണ്ടല്ലോ, മേക്കിംഗ് ക്വാളിറ്റി. ഡൊമിനിക് അരുൺ, എനിക്ക് ഒന്നും പറയാനില്ല. ഈ ടീസർ തന്നെ നിങ്ങൾ ഞെട്ടിച്ചിട്ടുണ്ട്. അഡാറൈറ്റം, വെരി വെൽ മേക്കിംഗ് കേട്ടോ, അടിപൊളി. ഇത്രയും സാധനത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി നല്ല സ്റ്റോറി ലൈനും നല്ല കിട്ടിലുമായിട്ടുള്ള ബാക്കിയും കൂടെ വന്നു കഴിഞ്ഞാൽ സിനിമ വേറെ ലെവലെത്തും. ഈ ആക്ടേഴ്സിനെ എല്ലാം വെച്ചിട്ട്, യങ്സ്റ്റേഴ്സിനെ എല്ലാം വെച്ചിട്ട് ഇമാതിരി പൊളി ഐറ്റങ്ങളൊക്കെ ഇനിയും ചെയ്യാൻ പറ്റും. കാരണം ഇത് ചാപ്റ്റർ 1 ചന്ദ്ര എന്നുള്ളതാണ്. ഇനിയപ്പോൾ ചാപ്റ്റർ 2 അങ്ങനെ 2-3 പടങ്ങൾ എന്തോ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. സോ എന്താണെങ്കിലും അതൊക്കെ പറയട്ടെ, ഗംഭീര ഐറ്റം ഒന്നും പറയാനില്ല. ആക്ച്വലി ഇത് തിയേറ്ററിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയുടെ കൂടെ ഈ ടീസർ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ സൗണ്ട് ക്വാളിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം
ഇനിയിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താണെങ്കിലും ഹെഡ്ഫോൺസ് വെച്ചിട്ട് ഒന്നുകൂടി ഇത് കാണും. എനിക്ക് ആ ക്വാളിറ്റി ഒന്നുകൂടെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല BGM ഉണ്ട്, നല്ല രസമുണ്ട് കേൾക്കാൻ. സോ ഒരു മിത്ത് ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു ക്യാരക്ടറിൻ്റെ പുനർജന്മവും മറ്റും ആയിരിക്കണം. അപ്പോൾ അന്നും ഇന്നും ചെയ്തു തീർക്കാനുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ആയിരിക്കാം. നെസ്ലിൻ്റെ ഹെൽപ്പ്, അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളായിരിക്കാം. സോ എന്താണെങ്കിലും ആ സംഭവങ്ങൾ ക്ലിയർ കട്ടായിട്ട് നല്ല രീതിയിൽ നല്ല എലിവേഷൻ കൊടുത്ത് നല്ല ക്യാരക്ടർ ആർക്ക് കൊടുത്ത് നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഇമോഷണൽ മൊമെൻറ്റ്സ് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഗംഭീര പടമായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തു. ആ ക്വാളിറ്റി ഫീൽ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സിനിമയോട് ഇഷ്ടം തോന്നും. കാരണം ഇത് കാണണം എന്ന് ഫീൽ ചെയ്യും. സോ ആ കൂട്ടത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ലോക്കയിലെ ചന്ദ്രയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും സിനിമ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഓണത്തിന് സിനിമ ആണല്ലോ. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ ചാനൽ വരുന്ന ഇതുപോലുള്ള റിയാക്ഷൻസ്, റിവ്യൂസ്, റോസ്റ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും.